നമസ്കാരം, ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മലയാള മാസം ധനുവിൽ ശുക്ലപക്ഷത്തിലെ വെളുത്ത വാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസം കേരളത്തിലെ സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നു. ഹിന്ദു ആചാരപ്രകാരം പരമശിവന്റെ ജന്മദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം. ദക്ഷയാഗത്തിൽ ക്ഷണിക്കാതെ തന്നെ പോയ സതിയെ ദക്ഷൻ അപമാനിച്ചതിനാൽ സതി ദേഹത്യാഗം ചെയ്ത വിവരമറിഞ്ഞ് ക്രുദ്ധനും ദുഃഖിതനുമായ പരമശിവനിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു. വീരഭദ്രൻ ദക്ഷനെ വധിച്ചു പ്രതികാരം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പരമശിവൻ ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിക്കുവാൻ തുടങ്ങി. സതീദേവി പാർവതിയായി പുനർജനിച്ച് ശ്രീ പരമേശ്വരനെ തന്നെ ഭർത്താവായി ലഭിക്കാൻ പിതാവിൻ്റെ അനുവാദത്തോടുകൂടി മഹാദേവനെ പൂജിക്കാനും തപസ്സു ചെയ്യാനും തുടങ്ങി. ഈ സമയത്ത് താരകാസുരന്റെ ഉപദ്രവത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കാൻ ശിവപുത്രന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ ദേവന്മാർ കാമദേവനോട് ശിവനെയും പാർവതിയെയും ഒന്നിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥന മാനിച്ച് കാമദേവൻ പുഷ്പബാണം അയക്കുകയും ശിവന്റെ യോഗനിദ്രയ്ക്ക് ഭംഗം വരുത്തുകയും ചെയ്തു. അതിന് കാരണക്കാരനായ കാമദേവനെ അദ്ദേഹം തൻ്റെ കോപാഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം പാർവതീദേവിയിൽ അനുരക്തനാവുകയും ഭഗവതിയെ അർദ്ധാംഗിനിയായി സ്വീകരിക്കുകയും ചെയ്തു. ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ പാർവതീദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും പഴങ്ങൾ ഭക്ഷിച്ചും കേശാലങ്കാരം ചെയ്തും തുടിച്ചു കുളിച്ചും നീരാടിയും വെറ്റില ചവച്ചും ഊഞ്ഞാലാടിയും ആനന്ദിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും അതിനെ അനുകരിച്ചുമാണ് മകയിരവും തിരുവാതിരയും നാളും ചേർന്ന ദിവസം തിരുവാതിര ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ശിവപാർവതി പ്രധാനമായ ആഘോഷമാണ് തിരുവാതിര. ശിവക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം അതിപ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. പാർവതി സങ്കല്പമുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും ഇത് പ്രധാനമാണ്. വ്രതങ്ങളിൽ വച്ചു അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവാതിര വ്രതം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ധാരാളം ആളുകൾ തിരുവാതിര വ്രതം എടുക്കാറുണ്ട്. ശ്രീ പരമേശ്വരന്റെ പിറന്നാളായതുകൊണ്ടാണ് തിരുവാതിര ആഘോഷിക്കുന്നത് എങ്കിലും കൂടാതെ തന്നെ ശിവപാർവതി വിവാഹം നടന്ന ദിവസം കൂടിയാണ് ധനുമാസത്തിലെ തിരുവാതിര. ശിവപ്രധാനമാണെങ്കിലും ആദിപരാശക്തിയായ പാർവതീദേവിക്ക് സവിശേഷ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തിരുവാതിര ആഘോഷവും വ്രതവും നടക്കാറുള്ളത്. പണ്ടൊക്കെ ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ ഏതെങ്കിലും ഒരു തറവാട്ടുമുറ്റത്ത് ഒത്തുചേർന്നിട്ടായിരുന്നു തിരുവാതിര ആഘോഷിച്ചിരുന്നത്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആഘോഷം ചുരുക്കം ചില കുടുംബങ്ങളിലും ശിവപാർവതി പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു. തിരുവാതിര തീരുന്ന സമയം കഴിഞ്ഞാൽ അരിഭക്ഷണം കഴിച്ച് നൊയമ്പ് അവസാനിപ്പിക്കേണ്ടതാണ്. ഭഗവാന് 108 വെറ്റില നേദിച്ച് ഭർത്താവും ഭാര്യയും കൂടെ തിരുവാതിര നാളിൽ കഴിച്ചു തീർക്കുന്ന ഏർപ്പാടുമുണ്ട്. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനു വേണ്ടിയും അവിവാഹിതരായ യുവതികൾ ഉത്തമ വിവാഹം നടക്കാൻ വേണ്ടിയും തിരുവാതിര വ്രതം എടുക്കുന്നു. അതിരാവിലെ കുളത്തിൽ പോയി പാർവതീദേവിയെ സ്തുതിച്ച് തിരുവാതിരപ്പാട്ട് പാടിക്കുളിച്ച് കുളക്കരയിൽ വെച്ച് തന്നെ പൊട്ടുതൊട്ട് ദശപുഷ്പം ചൂടി വരികയാണ് പതിവ്. കറുക, കയ്യോന്നി, മുക്കൂറ്റി, നിലപ്പന, ഉഴിഞ്ഞ, ചെറുള്ള, തിരുതാളി, മുയൽച്ചെവി, കൃഷ്ണക്രാന്തി, പൂവാങ്കുരുന്നില എന്നിവയാണ് ദശപുഷ്പങ്ങൾ. വള്ളുവനാട്ടിലും പരിസര പ്രദേശങ്ങളിലും മകയിരം ദിവസം രാത്രി നായർ സമുദായക്കാരുടെ ചോഴിക്കളി ഉണ്ടാകുന്നു. തിരുവാതിര വ്രതം എടുക്കുന്നവരും ആഘോഷിക്കുന്നവരും പ്രധാനമായി ഉപയോഗിക്കുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നവയാണ്. ഈ കിഴങ്ങുവർഗ്ഗങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന തിരുവാതിര പുഴുക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാന ഒരു ഭക്ഷണമാണ്. അതേപോലെ തന്നെയാണ് എട്ടങ്ങാടിയും. വിവാഹത്തിന് ശേഷം ദമ്പതികളുടെ ആദ്യ തിരുവാതിര ആഘോഷം പൂത്തിരുവാതിര അഥവാ പുത്തൻ തിരുവാതിര എന്നറിയപ്പെടുന്നു. ഉത്തമ ദാമ്പത്യം, ദീർഘമാംഗല്യം, കുടുംബ ഐശ്വര്യം ഫലം. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പാർവതീദേവിയുടെ നട തുറപ്പ് ഇതോടനുബന്ധിച്ച് നടക്കുകയും ചെയ്യുന്നു.